നമസ്കാരം. വി.ഡി സർക്കാരിൻ്റെ കഠിനമായ പോരാട്ടത്തെക്കുറിച്ച് പറയാനാണ്. കഴിഞ്ഞ 10 വർഷത്തെ CPM LDF പിണറായി ഭരണത്തിനെതിരായ BJPയുമായി അന്തർധാരയുണ്ടാക്കി നടത്തിയ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ വൻ വിജയം നേടി അധികാരത്തിലെത്തിയ സർക്കാരാണല്ലോ. വി.ഡി സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കഠിനമായ പോരാട്ടം നിരവധി സംഭവങ്ങൾ കൊണ്ട് നിറയുകയാണ്. നമ്മുടെ ചുറ്റുപാടും എങ്ങോട്ട് നോക്കിയാലും അത് കാണാം. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം, കോർപ്പറേറ്റുകൾക്കെതിരായ പോരാട്ടം, സംഘപരിവാർ വിരുദ്ധ പോരാട്ടം, ഇങ്ങനെ അധികാരമേറ്റ അന്ന് മുതൽ തുടങ്ങിയതാണ്. ഓരോ ദിവസവും ഇമാതിരി പോരാട്ടങ്ങളുടെ കഥകൾ കൊണ്ട് നിറയുകയാണ് ചുറ്റുപാടും. ഇന്ന് മാത്രം നമ്മുടെ മുന്നിലെത്തിയ വാർത്തകൾ നമുക്ക് നോക്കാം, നിങ്ങളെ അറിയിക്കാം, അതെല്ലാം കൂടി ഒന്നിച്ചറിയിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഒന്നാമത്തേത്, KPCC സ്ഥാപനത്തിൽ പഠന ശിബിരം. ആരുടെയാ? BJP പഠന ശിബിരത്തിനായി KPCCയുടെ കീഴിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് BJPക്ക് കോൺഗ്രസ് വിട്ടു നൽകി. കാട്ടാക്കട മണ്ഡലത്തിലെ ദ്വിദിന പഠന ശിബിരമാണ് കോൺഗ്രസിൻ്റെ സ്ഥാപനത്തിൽ നടത്തിയത്. ശ്രീലേഖ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്ത് ഗംഭീരാക്കി. സംഗതി നാട്ടുകാരറിഞ്ഞപ്പോൾ DCC അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമ്മാതിരി കോർപ്പറേറ്റ് വിരുദ്ധ, BJP വിരുദ്ധ, സംഘപരിവാർ വിരുദ്ധ പോരാട്ടം പാർട്ടിയിൽ നിന്ന് തന്നെ ആരംഭിച്ചു. ഇനിയാണ് സർക്കാരിൽ എന്താ സംഭവിക്കുന്നത്? ഇത് നോക്ക്. BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ തദ്ദേശ മന്ത്രി മുസ്ലിം ലീഗിൻ്റെ പോരാളി KM ഷാജിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നതിനെക്കുറിച്ചുള്ള വാർത്തയുടെ കാർഡാണ്. BJP എങ്ങനെ അഭിനന്ദിക്കാതിരിക്കും? അവർ കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ടും നടപ്പാക്കാൻ കഴിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വി.ഡി സർക്കാരിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ മുതൽ PMAY വീടുകൾക്ക് മോദിയുടെ ലോഗോ പതിപ്പിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ സ്വപ്നത്തിൽ നടക്കുമെന്ന് വിചാരിച്ചാണോ BJPയെ സംബന്ധിച്ച്? അതെല്ലാം വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള വിഹിതം ചേർക്കുമ്പോൾ വീടുകൾക്ക് മോദി സർക്കാരിൻ്റെ ചാപ്പ പതിപ്പിക്കാൻ KM ഷാജി നേരിട്ട് യുദ്ധത്തിനിറങ്ങി. എന്നിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിട്ട് ആ ലോഗോയുടെ വാഴ്ത്ത് പാട്ട് തന്നെ നടത്തി. വെറുമൊരു ചെറിയ ചാപ്പയല്ലേ, അത് പതിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടെങ്കിൽ വീട് കൊടുക്കുന്നില്ല, വീടുന്നവർ വാങ്ങിച്ചാൽ മതി എന്നാണത്രേ സർക്കാരിൻ്റെ നയം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നും ഷാജി പ്രഖ്യാപിച്ചു. മാത്രമല്ല, അതിനെതിരെ CPMന് ഇതിനെതിരായി രംഗത്ത് വരും എന്ന് വിചാരിച്ച് യുദ്ധപ്രഖ്യാപനം നടത്തി. മോദി സർക്കാരിൻ്റെ ആ ലോഗോയുടെ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചിട്ടാണ് മൂപ്പര് വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി പറഞ്ഞത് PMAY പദ്ധതിയിൽ അതിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല, ഒരു എംബ്ലമാണ് വച്ചിട്ടുള്ളത്. ഇതാണ് ബഡ്ജറ്റ് അവതരണ സമയത്ത് കോർപ്പറേഷൻ സ്വീകരിച്ച നിലപാട്. ആ നിലപാടിന് അനുകൂലമായി അത് സമൂഹത്തോട് തുറന്നു സമ്മതിച്ച ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജിയെ ഈ കോർപ്പറേഷൻ അഭിനന്ദിക്കുകയാണ്. ഷാജി അറബിക്കടലിലേക്ക് നടന്നെടുക്കുന്നതും കാത്തിരുന്ന ജനം തങ്ങളെ പിടിച്ച് കടലിൽ തള്ളാനുള്ള പരിപാടിയാണ് എന്ന് അറിഞ്ഞ് പിന്തിരിഞ്ഞു. പക്ഷേ അഭിനന്ദനങ്ങൾ ഇതുപോലെ ആവോളം BJPയിൽ നിന്ന് ഷാജിക്കും VDക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്ത് വേണം? അടുത്തത് അതിലും വലിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സംഘപരിവാർ ബന്ധമുള്ള ശേഷാദ്രിനാഥനെ നിയമിച്ചു എന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിനെതിരെ രംഗത്തെത്തി. KM ഷാജിയുടെ നേതൃത്വത്തിൽ ശേഷാദ്രിനാഥിന് വേണ്ടി ഘോരഘോരം ന്യായീകരണ വാദങ്ങൾ ഒരു ഭാഗത്ത് ഉയർത്തുന്നു. വി.ഡി സതീശൻ അതിനുവേണ്ടി നിലകൊള്ളുന്നു. അപ്പുറത്തോ PM നിയാസിനെ പോലുള്ള കോൺഗ്രസുകാർ തിരിച്ചടിച്ചു. സംഖ്യയാണോ സംഖ്യയല്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരി KM ഷാജിയല്ല. അങ്ങനെ ഷാജി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല. കേരളത്തിൽ എല്ലാവർക്കും പറയാം സംഖ്യ ആരാണ്, വിശ്വാസി ആരാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ മതേതര വിശ്വാസികളെ ഷാജി പഠിപ്പിക്കേണ്ടതില്ല. ഷാജിക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഷാജി പഠിക്കണം. ഷാജി എന്ത് അന്വേഷണം നടത്തിയാണ് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളത്? അദ്ദേഹം UDF ആണ് എന്ന് ഷാജി തെളിയിച്ചാൽ ഞങ്ങൾ എല്ലാ പരാതി പിൻവലിക്കാം. ശേഷാദ്രിനാഥന്റെ നിയമനം പുനഃപരിശോധിക്കണമെന്നും തീരുമാനം പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും നേരത്തെ PM നിയാസ് ഉന്നയിച്ചിരുന്നു. താൻ KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മൂപ്പർ SFI നേതാവായിരുന്നുവെന്നും ഇപ്പം ഒരു ദശകത്തിലധികമായി ശേഷാദ്രിനാഥൻ സംഘപരിവാറിന് വേണ്ടി ആണ് പണിയെടുക്കുന്നത് എന്നും PM നിയാസ് ആരോപിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നുവെന്നും എന്താണ് പുലർത്തിയിരുന്നത് എന്നും കഴിഞ്ഞ കാലങ്ങളിലെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ, അതായത് ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ മനസ്സിലാവുമെന്നും നിയാസ് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു. ഈ പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ് കേട്ടോ. ഇനി ശേഷാദ്രിനാഥന് വേണ്ടി രംഗത്ത് വന്നതാരാ? K സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖരോ ഒന്നുമല്ല കേട്ടോ, സാക്ഷാൽ KM ഷാജിയും V.D സതീശനും. പിണറായി സർക്കാരിലുള്ള കാലത്ത് നിർദ്ദേശിച്ചയാളെ ഗവർണർ അർലേക്കർ നിയമിക്കാതെ നിയമനം തന്നെ അനിശ്ചിതത്വത്തിലാക്കി. ഒടുവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വമില്ലാതെ സാഹചര്യം മുന്നോട്ട് വന്നു. V.D സതീശൻ സർക്കാർ ഗവർണറുടെ മനസ്സറിഞ്ഞ് ശേഷാദ്രിനാഥനെ അങ്ങ് നിർദ്ദേശിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ആരോപണത്തിൻ്റെ കഥ. നേരത്തെ ദേവസ്വം ബോർഡിൽ BJP അനുഭാവിയായ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ ആളെ നിയമിച്ചത് വിവാദമായി. നിങ്ങൾ അറിഞ്ഞില്ലേ ഒടുക്കം പിൻവലിച്ച കാര്യം? അതിനു മുമ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ ആളെ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചു. അതും വിവാദമായി. നിങ്ങൾ അറിഞ്ഞില്ലേ? അത് പിൻവലിച്ചില്ല കേട്ടോ. ചുരുക്കത്തിൽ ഭരിക്കുന്നത് V.D സതീശനും കോൺഗ്രസുമാണെങ്കിലും ഭരുന്നത് BJPക്ക് വേണ്ടിയാണ് എന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന വിധത്തിലാണ്
തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇനി അടുത്തത് നോക്കാം. കാർഷിക സർവകലാശാലയിൽ BJPയുടെ അധ്യാപക സംഘടന അധ്യാപക പരിഷത്തുണ്ടല്ലോ, അതിൻ്റെ നേതാവ് T. സജിത റാണിയെ VC ആയി നിയമിച്ചു. അതിനെതിരെ മിണ്ടാൻ, ഗവർണർക്കെതിരെ മിണ്ടാൻ മുഖ്യമന്ത്രി മുതൽ കൃഷിമന്ത്രി വരെ തയ്യാറായില്ല. T. സിദ്ദിഖൂർ ഞങ്ങൾ അങ്ങനെ പോരാടി മുന്നോട്ട് പോകുന്ന ആളല്ല, ഞങ്ങൾ വളരെ സൈലൻ്റ് ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. ഗവർണറുമായി തർക്കത്തിനില്ലത്രേ. എന്നാൽ ഒടുവിൽ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരമുണ്ട്. VD സർക്കാരിൻ്റെ BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഫുൾ സത്യം അതിലുണ്ട്. അതായത് കാർഷിക സർവകലാശാലയിൽ അധ്യാപക പരിഷത്തിൻ്റെ നേതാവിനെ നിയമിക്കാനുള്ള സൗകര്യം നോക്കി ഗവർണർക്ക് സർക്കാർ പട്ടിക പോലും കൈമാറിയിരുന്നില്ലത്രേ. എന്താ പോരാട്ടല്ലേ. ലോക് ഭവൻ തന്നെ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. VC ആയിരുന്ന B. അശോകനെ മാറ്റി പകരം ആളെ നിയമിക്കാൻ അവസരം ഒരുങ്ങി. എന്നാൽ ഔദ്യോഗികമായി സർക്കാർ പകരം പട്ടിക നൽകിയില്ല. 3 പേരുടെ പട്ടിക കൊടുക്കണമല്ലോ, അത് നൽകിയില്ല എന്നാണ് ലോക് ഭവൻ വെളിപ്പെടുത്തിയത്. പക്ഷേ ചാൻസലറായ കൃഷിമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 3 പേരുടെ പേരുകൾ അങ്ങോട്ട് നിർദ്ദേശമായി വെച്ചിരുന്നു എന്നാണ് T. സിദ്ദിഖിൻ്റെ ക്യാമ്പ് പറയുന്നത്. എന്നാൽ ആ നിർദ്ദേശം ഔദ്യോഗികമായി നൽകിയില്ല എന്നും പാനൽ സർക്കാർ നൽകിയില്ല എന്നും ലോക് ഭവനെ ഉദ്ധരിച്ച് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പോട്ടെ, ഒഴിവുള്ള എല്ലായിടത്തും BJPയുടെ ഗവർണറുടെ സ്ഥിരം VC വരുന്നു അത്രേ. BJP VCമാരെ നിയമിക്കാനുള്ള നീക്കങ്ങളോട് നയപരമായും രാഷ്ട്രീയമായും എതിർപ്പുയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ചാൻസലർ കൂടിയായ ഗവർണറുടെ നീക്കങ്ങൾ വൻ പ്രതിസന്ധിയിലായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് പലയിടത്തും ഇപ്പോൾ VCമാരില്ല. അന്ന് സർക്കാരും ഗവർണറും തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു. ഗവർണർ സംഘപരിവാർ VCയെ BJP VCയെ വെക്കാൻ നോക്കും, സർക്കാർ എതിർക്കും, ഒടുക്കം അതിങ്ങനെ പെരുവഴിയിൽ നിൽക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ അർലേക്കർ വരെ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് കടുത്ത നിലപാട് കൈക്കൊണ്ടു. ചാൻസലറുടെ അധികാരം മാറ്റുന്നതിന് സർക്കാർ ബില്ല് തന്നെ കൊണ്ടുവന്നു. അന്ന് നിയമസഭയിൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അതിനെ എതിർത്തു. പക്ഷേ ഭൂരിപക്ഷം വെച്ച് പാസ്സായി. എന്നാൽ ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചു. ഇപ്പോഴും അത് അവിടെ കിടപ്പാണ്. പുതിയ സർക്കാർ വന്നതോടെ വീണ്ടും ഗവർണർക്ക് പ്രതീക്ഷ വന്നു. ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നല്ല കക്ഷികളാണ് അവർ എന്നുള്ള വിചാരം ഉണ്ടാവും. കാരണം ഒരു പരീക്ഷണം നടത്തിയല്ലോ. അതോടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഗവർണറുടെ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് നിയമനം ആരംഭിക്കുകയാണ് എന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ വാർത്തയിൽ നിന്നും മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ തുടക്കമായി വേണം കാർഷിക സർവകലാശാലയിലെ ഈ നിയമനം കാണേണ്ടത്. നിലവിൽ കാലിക്കറ്റ്, ആരോഗ്യം, ഡിജിറ്റൽ, KTU എന്നിങ്ങനെ 4 യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം VCമാർ ഉണ്ട്. എന്നാൽ ബാക്കിയുള്ളിടത്തൊക്കെയോ ഖുദാഗബിയാണ്. സർക്കാരിന് കീഴിലുള്ള നിയമ സർവകലാശാലയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് VCയെ നിയമിക്കേണ്ടത്. VCമാരെ നിയമിക്കാൻ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് അർലേക്കർ പിണറായിയുമായി കണ്ട് ചർച്ചയൊക്കെ നടത്തി പിണറായി പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ്. എന്നാൽ ഗവർണറുടെ താല്പര്യങ്ങൾ മൂലം ഒന്നും നടന്നില്ല. VD സർക്കാർ വന്നതോടെ പ്രതീക്ഷയ്ക്ക് ചരകമൊളിച്ചു. ഗവർണറുടെ താല്പര്യങ്ങൾ ഇവിടെ ചെലവാകും എന്ന് അവർക്ക് പ്രതീക്ഷ മുളച്ചു. കാർഷിക സർവകലാശാല അങ്ങനെയാണ് ടെസ്റ്റ് നടത്തിയത്. അത് വിജയിച്ചു. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ഇടങ്ങളിലും VC നിയമനം എളുപ്പത്തിൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണത്രേ ലോക് ഭവൻ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഗവർണറുമായി തർക്കത്തിനില്ലെന്ന പൊതു നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ MG കാർഷിക യൂണിവേഴ്സിറ്റികളിലേക്ക് സ്ഥിരം VC നിയമനം വേഗത്തിൽ നടത്തിയേക്കും. ചാൻസലറുടെ പ്രതിനിധിയെ സർക്കാരുമായി കൂടിയാലോചിച്ച് നിയമിക്കുക എന്നതാണ് രീതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും പാലിക്കപ്പെടില്ല എന്ന് വേണം കരുതാൻ. സർക്കാരിൻ്റെ പ്രധാന പരിഗണനകളുടെ പട്ടിക ഇങ്ങനെ എടുത്താൽ ശരിക്കും ഓരോന്ന് നോക്കിയാൽ ഞെട്ടിപ്പോകും. ഏറ്റവും അവസാനം സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്താൻ പോകുന്നുവെന്ന സൂചന നൽകി മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ രംഗത്തെത്തി. പരിശോധിച്ചിട്ട് പറയുമത്രേ, രാവും പകലും 1, 2, 3 തവണ പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ ലോഡ് ഷെഡിങ് നമ്മുടെ ബെഡ്റൂമുകളിലേക്ക് പാതിരാത്രിയിൽ വരെ കടന്നു വരുന്നു. അധികാരത്തിലെത്തി 1 മാസത്തിനകം മനുഷ്യനെ ഇരുട്ടിലാക്കുന്ന മണിക്കൂറുകൾ അവർ സൃഷ്ടിച്ചു. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇരുട്ടത്തിരുന്ന് ഫയൽ നോക്കി ഓടിച്ചാടി സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി അനുവാദവും ഉത്തരവും അതിവേഗം നൽകി. BJPക്കാരെ പിടിച്ച് VCമാരാക്കാനും ഭയങ്കര വേഗതയാണ്. KPCCക്ക് പാർട്ടി സ്ഥാപനം പരിപാടിക്ക് വിട്ടുകൊടുക്കുന്നതിനും അതിവേഗം. പ്രയോറിറ്റികൾ മാറിത്തുടങ്ങി. ആദ്യമെടുക്കുന്ന ഫയലുകൾ മനുഷ്യനെ ഇരുട്ടത്തിരുത്താതെ എങ്ങനെ നോക്കാം എന്നതിലല്ല, ബർക്കാഡിക്കുള്ള മാർക്കറ്റ് എങ്ങനെ തുറക്കാം എന്ന ഫയലുകളാണ്. ഒപ്പം PM ശ്രീ മുതൽ മോദിയുടെ ചാപ്പയടിക്കുന്നതിന് വരെയുള്ള തീരുമാനങ്ങളും. VD സർക്കാരിൻ്റെ പ്രയോറിറ്റികൾ നമ്മൾ എവിടെ എത്തിക്കും എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.